വയനാട് വെള്ളാരം കുന്നിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ പരിക്കേറ്റ അമ്പലവയൽ സ്വദേശി ജെൻസന്റെ നില അതീവ ഗുരുതരം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജെൻസൺ. വാഹനാപകടത്തിൽ ശ്രുതി ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ശ്രീ ജെൻസൺ അത്യാസന്ന നിലയിലാണ് എന്ന് പറയാം. ഇന്നലെ വൈകുന്നേരം ഏകദേശം 5:30-6 മണിക്കിടയിലാണ് ഇവിടെ എത്തിയത്. ആ അപകടത്തിന്റെ ആഘാതം കാരണം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ചുമക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ തുടിപ്പുകളും അങ്ങേയറ്റം അപകടകരമായ നിലയിലായിരുന്നു. അനിയന്ത്രിതമായ രക്തസ്രാവം മൂക്കിൽ നിന്നുണ്ടാവുകയും കൂടാതെ തലയോട്ടിനകത്ത്, തലച്ചോറിന് വെളിയിലും അകത്തുമായി ഗുരുതരമായ രക്തസ്രാവവും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അത്യാസന്ന നിലയിലാണ്. എന്താകുമെന്നുള്ളത് സമയം കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ് എന്ന് പറയാം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഈ ജെൻസന്റെ ആരോഗ്യനിലയെപ്പറ്റി ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ്? വേണു, മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ മനോജ് നാരായണന്റെ പ്രതികരണമാണ് തൊട്ടു മുമ്പ് കണ്ടത്. അദ്ദേഹം പറയും പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ജെൻസനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ജീവൻ നിലനിർത്തുന്നത്. തലച്ചോറിന്റെ പൊസിഷൻ മാറിയ നിലയാണ്. 1.5 സെന്റിമീറ്ററോളം തലച്ചോറിന്റെ പൊസിഷൻ മാറിയ ഒരു സ്ഥിതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആന്തരിക രക്തസ്രാവമുണ്ട്, കണ്ണിന് ഗുരുതരമായ പരിക്കുണ്ട്. അത്തരത്തിൽ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്താൽ ആണ് എന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായത് വെള്ളാരംകുന്ന്, കൽപ്പറ്റയിൽ നിന്ന് ചുണ്ട എത്തുന്നതിനിടയിലുള്ള സ്ഥലമാണ് വെള്ളാരംകുന്ന്. ഒരു അപകടകരമായ വളവാണ്. ആ വളവിൽ വെച്ചാണ് ഈ വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നുള്ളതാണ് കരുതുന്നത്. നേരെ ബസ്സിന് മുകളിലേക്ക് വന്ന് പാഞ്ഞു കയറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇതിന്റെ പിറകുഭാഗം, ഈ ഒമിനി വാന്റെ പിറകുഭാഗം തുറക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ വാഹനത്തിൽ ജെൻസൺ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, അതായത് ശ്രുതി ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ചൂരൽമല ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ലാവണ്യയും ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരാളാണ്. ഈ ശ്രുതിയും ലാവണ്യയും ബന്ധുക്കളാണ്. ഈ ശ്രുതിയുമായി ഈ ജെൻസന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. ഈ എല്ലാവരും, അതായത് ഇവരുടെ മൊത്തം കുടുംബത്തിൽ 9 പേരാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്, ശ്രുതിക്ക് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ശ്രുതിയെ ചേർത്ത് പിടിച്ച ആളാണ് ജെൻസൺ. ഇവരുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. അത്തരത്തിൽ ആ ഒരു ചേർത്ത് പിടിക്കലിന്റെ കാഴ്ച ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയായി വന്നതാണ്. 24 അടക്കമുള്ള മാധ്യമങ്ങൾ അത് വാർത്തയായി നൽകിയതുമാണ്. അങ്ങനെ അതിജീവിച്ചു വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മഹാദുരന്തത്തിനിടെ ഇങ്ങനെ വീണ്ടും ഒരു ദുരന്തം ആ കുടുംബത്തിന് നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആരോഗ്യനില അപകടകരമായ രീതിയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.